ഹലോ, വെൽക്കം ടു അവർ ക്ലാസ് റൂം. എല്ലാവരും ഇതുവരെയുള്ള വീഡിയോസൊക്കെ കാണുകയും കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തില്ലേ? നൗ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സം മോർ ആക്ടിവിറ്റീസ്. ഫസ്റ്റ് നമുക്ക് 6th ആക്ടിവിറ്റി ചെയ്യാം. പേജ് നമ്പർ 15. The boy notices a few placards and posters with slogans written by lovers of nature. Read the slogans. നോക്കാം, 2 സ്ലോഗൻസ് അവിടെ കൊടുത്തിരിക്കുന്നു. സേവ് ട്രീസ്, സേവ് വാട്ടർ. സേവ് ട്രീസ്, ഹെൽപ്പ് us breathe. What is the message conveyed in the above slogans? ഈ 2 സ്ലോഗൻസിൽ എന്ത് മെസ്സേജാണ് കൺവേ ചെയ്തത്? സേവ് ട്രീസ്, സേവ് വാട്ടർ. ട്രീസ് സേവ് ചെയ്യുക, അതുപോലെ എന്ത് കിട്ടും അതിൽ നിന്ന്? നമുക്ക് വെള്ളവും സേവ് ചെയ്യാം അല്ലേ? സേവ് ട്രീസ്, സേവ് വാട്ടർ. സേവ് ട്രീസ്, ഹെൽപ്പ് us breathe. Okay, save trees and it will help us in breathing. ഓക്കെ, ശ്വസിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ സ്ലോഗൻസ് എന്ന് പറയുമ്പോൾ നമ്മളത് ഇങ്ങനെ മുദ്രാവാക്യം മലയാളത്തിൽ, പിന്നെ അതിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് കിട്ടുന്നുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ നമുക്കതിൽ നിന്നൊരു സന്ദേശം കിട്ടുന്നുണ്ട്. നൗ റൈറ്റ് 2 other slogans on the need to conserve nature കൺസർവേഷൻ. അപ്പോൾ എന്താ നാച്ചുർ, പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള, അത് കേൾക്കുമ്പോൾ അങ്ങനെ കേൾവിക്കാരന് തോന്നണം. ഈ സ്ലോഗൻസ് കേൾക്കുന്നതിലൂടെ നാച്ചുറൽ കൺസർവേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവണം. അപ്പോൾ അങ്ങനെ 2 സ്ലോഗൻസ് എഴുതാൻ പറഞ്ഞു. ഞാൻ കുറച്ച് 2-3 സ്ലോഗൻസ് ഞാൻ പറയാം, അത് എഴുതി വയ്ക്കുക, വീണ്ടും വീണ്ടും വായിച്ച് അത് മനസ്സിലോർപ്പിക്കണം. ടേക്ക് കെയർ ഓഫ് ട്രീസ് ആൻഡ് ദേ വിൽ ടേക്ക് കെയർ ഓഫ് യു. നെക്സ്റ്റ് വൺ, പ്ലാന്റ് എ ട്രീ, ഗെറ്റ് എയർ ഫോർ ഫ്രീ. പ്ലാന്റ് മോർ ട്രീസ്, ഗെറ്റ് മോർ റെയിൻ. ഓക്കെ, 3 എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നു. കൂടുതലായിട്ട് നിങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതണം കേട്ടോ. നെക്സ്റ്റ് എൻ്റെ ബി പാർട്ട്, ലുക്ക് അറ്റ് ദ പോസ്റ്റർ അഗെയിൻസ്റ്റ് ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ വനനശീകരണം. സോ ഹിയർ എ പോസ്റ്റർ ഇസ് ഗിവൺ. നോക്കാം, ലുക്ക് അറ്റ് ദറ്റ് പോസ്റ്റർ, പേജ് നമ്പർ 15. ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കേ. ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ്, സ്റ്റോപ്പ് ഡീഫോറസ്റ്റേഷൻ, സേവ് നാച്ചർ, ഡു നോട്ട് കട്ട് ട്രീസ്, നോ ട്രീസ് നോ മാൻ. അല്ലേ, അതിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? താഴത്ത് നമ്മൾ ആ ബോക്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാട്ട് ഡു യു സീ ഇൻ ദിസ് പോസ്റ്റർ? റൈറ്റ് ഇൻ ദ ബോക്സസ് ഗിവൺ ബിലോ. ടൈറ്റിൽ, ഇല്ലുസ്ട്രേഷൻ, സ്ലോഗൻ, ഇൻസ്ട്രക്ഷൻ, മെസ്സേജ്. ഈ 5 കാര്യങ്ങൾ ഇതിൽ ഈ പോസ്റ്ററിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് എടുത്തെഴുതാം. ടൈറ്റിൽ, പോസ്റ്ററിൻ്റെ ടൈറ്റിൽ ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് എന്നുള്ളതാണ്. ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പിക്ചർ ഓർ എ ഡ്രോയിങ് that is used to explain or prove something. എന്തിനെങ്കിലും ഒന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടോ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മൾ വരയ്ക്കുന്ന, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പിക്ചേഴ്സ് നമ്മൾ വരയ്ക്കും. അങ്ങനെ സ്യൂട്ടബിൾ പിക്ചേഴ്സിനാണ് നമ്മൾ ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇല്ലുസ്ട്രേഷൻ എന്താ, 2 സ്യൂട്ടബിൾ പിക്ചേഴ്സ് അവിടെ കൊടുത്തിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇല്ലുസ്ട്രേഷൻ എന്നുള്ളിടത്ത് എഴുതാം, സ്യൂട്ടബിൾ പിക്ചേഴ്സ് എഴുതാം. സ്ലോഗൻ, ഇവിടെയുള്ള ഈ 3-4 ലൈൻസ് അവിടെ കൊടുത്തിരിക്കുന്നത്, അതിലുള്ള സ്ലോഗൻ ഏതാ? സ്റ്റോപ്പ് ഡീഫോറസ്റ്റേഷൻ, സേവ് നാച്ചർ എന്നുള്ളതാണോ? ഡു നോട്ട് കട്ട് ട്രീസ് എന്നുള്ളതാണോ? നോ ട്രീസ് നോ മാൻ എന്നുള്ളതാണോ? യാ, എക്സാക്ട്ലി, നോ ട്രീസ് നോ മാൻ എന്നുള്ളതാണ് അല്ലേ. നെക്സ്റ്റ് വൺ ഇൻസ്ട്രക്ഷനാണ്. ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്ട്രക്ഷൻ ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ക്ലാസ് റൂംസ്. നമ്മളെപ്പോഴും ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ് പറയുന്നത് കേൾക്കാറുണ്ട്. എപ്പോഴും ടീച്ചർ പറയുന്ന ഇൻസ്ട്രക്ഷൻ എന്താ? ഡു നോട്ട് സ്പീക്ക് ഇൻ അവർ ക്ലാസ് റൂം അല്ലേ. ഡോണ്ട് സ്പീക്ക്, ക്ലോസ് യുവർ മൗത്ത്, എപ്പോഴും ടീച്ചേഴ്സ് പറയുന്നതാണ് അല്ലേ. ഡോണ്ട് ബി ലേറ്റ് ടു ദ സ്കൂൾ, അതും പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഓരോ ദിവസവും ടീച്ചേഴ്സ് ക്ലാസ്സിൽ പറയാറുണ്ട്. ഇവിടെയുള്ള ഈ സെൻറ്റൻസുകൾ കണ്ടിട്ട് ഏതാണ് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷനായിട്ട് തോന്നുന്നത്? ഡു നോട്ട് കട്ട് ട്രീസ്. നെക്സ്റ്റ് വൺ മെസ്സേജാണ്. മെസ്സേജ് ഏതായിരിക്കും? സ്റ്റോപ്പ് ഡീഫോറസ്റ്റേഷൻ, സേവ് നാച്ചർ. നമ്മളോടുള്ള ഒരു സന്ദേശമാണ്, ഒരു മെസ്സേജാണ് അല്ലേ. സ്റ്റോപ്പ് ഡീഫോറസ്റ്റേഷൻ, സേവ് നാച്ചർ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലായല്ലോ എന്താണ് ഒരു പോസ്റ്റർ. നല്ലൊരു എക്സാമ്പിൾ ഒരു പോസ്റ്ററിൻ്റെ കൊടുത്തിരിക്കുന്നു. ഇത് നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് കോപ്പി ചെയ്യണം, നന്നായിട്ട് ഭംഗിയായിട്ട് അതുപോലെ വരയ്ക്കുകയും ചെയ്യുക, പിന്നെ എഴുതുകയും ചെയ്യുക. അപ്പോൾ ഒരു കണ്ടാൽ ഇതൊരു പോസ്റ്ററാണെന്ന് മനസ്സിലാവണം. ഒരു പോസ്റ്റർ കളർഫുൾ ആയിരിക്കണം കേട്ടോ. അപ്പോൾ കളറൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ട് ആ പോസ്റ്റർ നോട്ട്ബുക്കിലേക്ക് ചെയ്യാം. What is the next activity? 7th one. This one is also a continuation of the 6th one. Imagine that the nature club of your school is going to conduct a poster making competition in connection with the World Environment Day. Prepare a poster for the competition. അപ്പോൾ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് അല്ലേ. എന്താണ് വിഷയം പോസ്റ്റർ തയ്യാറാക്കാനുള്ള?
വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ ആണ്. അപ്പോൾ ഈ ഒരു മോഡൽ തന്നിരിക്കുന്നു, അത് വെച്ച് നിങ്ങൾക്കൊരു പോസ്റ്റർ തയ്യാറാക്കാം അല്ലേ. അപ്പോൾ ഒരു പേപ്പർ എടുക്കുക, എന്നിട്ടൊരു പോസ്റ്റർ തയ്യാറാക്കി നോക്കുക. What is the 8th one? Read the description about the boy in the story How Far is the River. Okay, വായിച്ച് നോക്കാം. He was about 12 years old, a sturdy boy with untidy black hair and shining black eyes. He had fine features and a clear brown skin, but his hands and feet were rough and scratched. He was barefooted, not because he couldn't afford shoes, but because he liked the feel of warm stones and a cool grass. സെയിം പാസേജ് തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത് അല്ലേ. അപ്പോൾ ഇത് വായിച്ച സമയത്ത് നമുക്ക് ഈ കുട്ടിയെക്കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടിയില്ലേ. കുട്ടിയുടെ രൂപമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് നമുക്കൊരു വിഷ്വൽ ഇമേജ് ആയിട്ട് വന്നു അല്ലേ. ഇവിടെ വാട്ട് ആർ ദ വേർഡ്സ് യൂസ് ടു ഡിസ്ക്രൈബ് ദ ബോയ്? ഏതൊക്കെ വേർഡ്സാണ്? അവൻ്റെ ശരീരപ്രകൃതി കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ വേർഡ് ഏതാ? സ്റ്റേഡി ബോയ്, സ്റ്റേഡി. ഹെയറോ? ബ്ലാക്ക് ഹെയർ. ഐസ്? ബ്ലാക്ക് ഐസ് അല്ലേ. സ്കിൻ? ബ്രൗൺ സ്കിൻ. ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്? റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. അപ്പോൾ ഈ വേർഡ്സാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? തൊട്ട് താഴത്തെ പേർക്ക് എന്താ? ദ ബോയ് മീറ്റ്സ് എ ഗേൾ on his way to the river. Describe the girl with reference to the following. Write it below. ഇപ്പോൾ വഴിയിൽ വെച്ച് കണ്ട പെൺകുട്ടിയെ ഡിസ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ അപ്പിയറൻസ് എങ്ങനെയായിരിക്കാം, ആറ്റിറ്റ്യൂഡ്, അവളുടെ മനോഭാവം, ബിഹേവിയർ, സ്വഭാവം. അപ്പോൾ ഇതൊക്കെ വലുതായിട്ടൊന്നും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല ഉണ്ടോ? ആ റീഡിങ് പാസേജിൽ പെൺകുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ എന്താ ഉള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ, വലുതായിട്ടൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഒരു ഇമാജിനേഷനിൽ വേണം നമ്മളത് ചെയ്യാനായിട്ട്. ഓക്കെ, ഹി മെറ്റ് എ ഗേൾ ഹൂ വാസ് കമ്മിങ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഷീ ഹെൽഡ് എ ലോങ് കർവ്ഡ് നൈഫ് വിത്ത് വിച്ച് ഷീ ഹാഡ് ബീൻ കട്ടിംഗ് ഗ്രാസ്. ദ ബാംഗിൾസ് ഷീ വോർ മെയ്ഡ് മ്യൂസിക് വെൻ ഷീ മൂവ്ഡ് ഹെർ ഹാൻഡ്സ് ആൻഡ് ഇറ്റ് വാസ് ആസ് ദോ ദ ഹാൻഡ്സ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ. പിന്നെ റിപ്ലൈ ഉള്ളൂ. എന്താ കുട്ടി ചോദിക്കണ, ബോയ് ചോദിക്കണ ചോദ്യത്തിന് റിപ്ലൈ. ആ റിപ്ലൈയിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒന്നും ആലോചിക്കാണ്ട് വെറുതെ പറയാൻ 20 miles വിതൗട്ട് എനി ഹെസിറ്റേഷൻ. ഷീ സെഡ് 20 miles വിതൗട്ട് എനി ഹെസിറ്റേഷൻ. ഒരു സംശയമില്ലാണ്ട് പറഞ്ഞു. പക്ഷേ എന്താ വേറെ എന്തോ ചിന്തിച്ചുകൊണ്ടാണ് മറുപടി പറയണത്. ദ ഗേൾ ഹാഡ് ഒബ്വിയസ്ലി നെവർ ബീൻ ടു ദ റിവർ ഓർ ഷീ മേ ഹാവ് ബീൻ തിങ്കിങ് ഓഫ് അനദർ വൺ. തീർച്ചയായിട്ടും റിവറിൽ പോയിട്ടില്ല, അല്ലെങ്കിൽ വേറെ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഷീ സെഡ് 20 miles വിതൗട്ട് എനി ഹെസിറ്റേഷൻ. ഒരു സംശയമില്ലാണ്ട് അവൾ പറഞ്ഞു 20 miles. കാരണം 20 miles ദൂരെ ഇല്ല എന്ന് കുട്ടിക്ക് അറിയാം. വുഡ് കട്ടർ പറഞ്ഞ മറുപടി ഓർമ്മയുണ്ടല്ലോ അല്ലേ. എത്രയാണെന്ന് പറഞ്ഞ വുഡ് കട്ടർ? വായിച്ചു നോക്കുക, എന്നിട്ട് കണ്ടുപിടിക്കണം അല്ലേ. തിരിച്ചൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ 10th പേജിലേക്ക് പോയി നോക്കുക വുഡ് കട്ടറിൻ്റെ മറുപടി എന്താണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഈ കുട്ടിയുടെ ആ ഒരു ബിഹേവിയർ, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അതെഴുതാം. അപ്പോൾ ആ പെൺകുട്ടിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ കിട്ടില്ല. കുറച്ച് നമ്മുടെ ഇമാജിനേഷനിൽ നിന്ന് കൂട്ടിച്ചേർത്തിട്ട് വേണം എഴുതാൻ. അപ്പോൾ നമ്മൾ ഒരു പേഴ്സണെയാണ്, ഒരു വ്യക്തിയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അവരുടെ ഫിസിക്, അവരുടെ ആ ഒരു അപ്പിയറൻസ് എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മൾ ആദ്യം എഴുതുക. ഏജ് എത്രയുണ്ടാവാം? ഇവിടെ നോക്കിയേ, ഹി വാസ് അബൌട്ട് 12 years old. അതുപോലെ ഈ പെൺകുട്ടിക്ക് എത്രയുണ്ടാവാം? അപ്പോൾ നമ്മുടെ ഒരു ഇമാജിനേഷനിൽ നിന്ന് നമ്മൾ ആ പെൺകുട്ടിക്ക് ഒരു പ്രായം കൊടുക്കുന്നു. ഇനി ആ കുട്ടിയുടെ ഹൈറ്റ് വേണമെങ്കിൽ എങ്ങനെ, ടോൾ ഗേൾ. ഓക്കെ, ആ പെൺകുട്ടി ടോൾ ആണെങ്കിൽ ടോൾ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഷോർട്ട് ആണെങ്കിൽ ഷോർട്ടാണ് എഴുതാം. ടോളും അല്ല ഷോർട്ടും അല്ല, ഒരു മീഡിയം ലെവലാണെങ്കിൽ മീഡിയം എന്നെഴുതാം. അപ്പോൾ പിന്നെ ഈ ബോഡി ടൈപ്പ് എങ്ങനെയൊക്കെയാണ്? നല്ല ഭീമാകാരമായിട്ടുള്ള പെൺകുട്ടിയാണെങ്കിൽ വലിയൊരു ഭീമാകാരമായിട്ടുള്ളതാണ് ഹെവി എന്നെഴുതാം. പിന്നെ തടിച്ച് വീർത്ത് ഉരുണ്ടിരിക്കുന്നതാണെങ്കിൽ പ്ലംബി, PLUMPY, പ്ലംബി എന്നെഴുതാം. പിന്നെ എല്ലും തോലും ആയിരിക്കുന്നതാണെങ്കിൽ സ്കിന്നി. പിന്നെ അതല്ല ഒരു നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നതാണെങ്കിൽ സ്റ്റോക്കി എന്നെഴുതാം. പിന്നെ ചെറുതായിട്ടൊക്കെ മെലിഞ്ഞാണ് ഇരിക്കുന്നത്, മെലിഞ്ഞ ശരീരപ്രകൃതിയാണ് തിൻ എന്നെഴുതാം അല്ലേ. അപ്പോൾ ബോഡി ടൈപ്പ്, അപ്പിയറൻസിൽ വരുന്ന ഹൈറ്റ് എഴുതാം, ബോഡി ടൈപ്പ്. നമ്മൾ ഡിസ്ക്രൈബിങ് വേർഡ്സ് ആണ് കേട്ടോ ഈ പറഞ്ഞതൊക്കെ. എല്ലാം ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഒന്നേ പറ്റുള്ളൂ അല്ലേ. ബോഡി ടൈപ്പിൽ പ്ലംബിന്ന് എഴുതിയിട്ട് അതിൻ്റെ ഒപ്പം തിന്നെന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഏതാണോ കുട്ടിയെക്കുറിച്ചൊരു ഒരു പിന്നെ ഇമാജിനേഷൻ, ഒരു കുട്ടിയുടെ അപ്പിയറൻസിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലൊരു ഇമാജിൻ ചെയ്യുക, മനസ്സിലൊരു ഇമാജിനേഷൻ കൊണ്ടുവരിക. എന്നിട്ട് ഇതിലുള്ള വേർഡ്സ് ഏതെങ്കിലും നമുക്ക് അതിനോട് അനുയോജ്യമെന്ന് സൂറ്റബിൾ ആയിട്ടുള്ളത് ഉപയോഗിക്കാം. ഇനി ഹെയർ
ഇവിടെ ബോയുടെ ഹെയർ എങ്ങനെയാണ് പറഞ്ഞത്, ബ്ലാക്ക് ഹെയർ അല്ലേ. നമുക്ക് ഹെയർ ബ്രൗൺ കൊടുക്കാം, കേളി ഹെയർ, ഡാർക്ക് ഹെയർ, ലൈറ്റ് ഹെയർ, വെയിറ്റ് കുറവായിട്ടുള്ള ലൈറ്റ് ഹെയർ, ലോങ് ഹെയർ, ഷോർട്ട് ഹെയർ, സ്ട്രെയിറ്റ്, വേവി, സിൽക്കി, ഇതൊക്കെ ഹെയറിന് കൊടുക്കാൻ പറ്റുന്ന ഡിസ്ക്രൈബിങ് വേർഡ്സാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ അപ്പിയറൻസ് പറഞ്ഞു. ഇനി ആറ്റിറ്റ്യൂഡ് എങ്ങനെയാവാം. എനിക്ക് ഒരു കാര്യം ശ്രദ്ധിച്ച്, ഷി വാസ് എലോൺ അല്ലേ, ഒറ്റയ്ക്കല്ലേ അവിടെ, ഒറ്റയ്ക്കാണ് ആ കുട്ടി നടന്നു പോണത്, ഫോറസ്റ്റാണ്, പെൺകുട്ടിയാണ്, ഷി വാസ് എലോൺ ബട്ട് ഫിയർലെസ്, പേടിയൊന്നുമില്ല അല്ലേ. അപ്പോൾ ആ കത്തിയൊക്കെ കയ്യിൽ പിടിച്ചതൊക്കെ നിങ്ങൾക്ക് ആ സെൻറ്റൻസൊക്കെ അതുപോലെ തന്നെ എഴുതാം കേട്ടോ. ആ ടെക്സ്റ്റ് ബുക്കിലുള്ള സെൻറ്റൻസൊക്കെ, ഷി ഹെൽഡ് എ കർവ്ഡ് നൈഫ്, അതൊക്കെ വേണമെങ്കിൽ അതുപോലെ തന്നെ എഴുതാം. പിന്നെ ആ മ്യൂസിക് അല്ലേ, വെൻ ഷീ മൂവ്ഡ് ഹെർ ഹാൻഡ്സ് ഇറ്റ് മെയ്ഡ് എ മ്യൂസിക്, അതൊക്കെ വേണമെങ്കിൽ ഹെർ ബാംഗിൾസ് മെയ്ഡ് മ്യൂസിക് വെൻ ഷീ മൂവ്ഡ് ഹെർ ഹാൻഡ്സ്, അതൊക്കെ നമുക്ക് അതേപോലെ തന്നെ എഴുതാൻ പറ്റും. പിന്നെ ഇനി അവളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇവൾ ഒന്നും ആലോചിക്കാണ്ട് ആ ഒരു മറുപടി പറയണം. അതിൽ നിന്ന് നിങ്ങൾക്ക് തോന്നാം ആറ്റിറ്റ്യൂഡ് എന്താണ്, അല്ലെങ്കിൽ അവളുടെ ഒരു ബിഹേവിയർ എങ്ങനെയായിരിക്കാം, അതൊക്കെ നമ്മുടെ ഇമാജിനേഷനിൽ വേണം കൊണ്ടുവന്നിട്ട് വേണം എഴുതാൻ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എങ്ങനെയാണ്, അതിൽ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും നിങ്ങൾ എഴുതുന്ന സമയത്ത്, അതൊന്നും ബോദർ ചെയ്യേണ്ട, ഒന്ന് എഴുതി തയ്യാറാക്കി നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവുകയുള്ളൂ അല്ലേ. ഇപ്പോൾ കുറേ ആക്ടിവിറ്റീസ് ചെയ്തു, കുറേ വേർഡ്സ് നിങ്ങൾ പുതുതായിട്ട് പഠിച്ചു, ഈ പഠിച്ച വേർഡ്സൊക്കെ അല്ലെങ്കിൽ ആ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സൊക്കെ പുതുതായിട്ടൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. എങ്കിൽ മാത്രമല്ലേ നമുക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. എപ്പോഴും ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ വേറെ ഗൈഡ് നോക്കിയിട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾ ചുമ്മാ കോപ്പി അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാവില്ല. നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, വി ഷുഡ് ട്രൈ അല്ലേ. നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു ശ്രമം നടത്തണം, എങ്കിലല്ലേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം. 10th ആക്ടിവിറ്റി, പ്രിപ്പയർ എ മാഗസിൻ ഓൺ ദ ടോപ്പിക് സേവ് പ്ലാനറ്റ് എർത്ത്. യു ക്യാൻ ഇൻക്ലൂഡ് ദ ഫോളോവിങ് ഐറ്റംസ് ഇൻ യുവർ മാഗസിൻ. അത് നമുക്ക് സ്കൂൾ തുറന്നാൽ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ക്ലാസ് റൂമിൽ എല്ലാവർക്കും കൂടെ ചെയ്യേണ്ടതാണ് അല്ലേ. ഇനി അല്ല നിങ്ങൾ എല്ലാവരും മാഗസിൻ തയ്യാറാക്കാനായിട്ട് ഓരോരുത്തർ പോയം, പോസ്റ്റേഴ്സ്, സ്റ്റോറീസ്, സ്ലോഗൻസ് നിങ്ങളെല്ലാവരും കൂടെ കൂട്ടിയേർന്ന് നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ എന്താ തയ്യാറാക്കുന്നത് എന്നൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തിട്ട് ഒരു മാഗസിൻ തയ്യാറാക്കാം. ഓക്കെ, 11th ആക്ടിവിറ്റി നോക്കാം. ഫൈൻഡ് ദ words that convey the same idea and write them in the space provided. ഒരേ വേർഡ്സ്, ഇപ്പം വോക്ക് എന്നുള്ളതിൻ്റെ സെയിം മീനിങ് തന്നെയാണ് മാർച്ച്, സ്ട്രൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് വോക്ക് എന്ന് എഴുതേണ്ട സ്ഥലത്ത് എപ്പോഴും മാർച്ച് എന്ന് എഴുതാൻ പറ്റില്ല, സ്ട്രൈഡ് എന്ന് എഴുതാൻ പറ്റില്ല, ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷേ മീനിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിം മീനിങ് ആണ്. ഇങ്ങനെ ഒരേ മീനിങ് വരുന്ന വേർഡ്സിന് നമ്മൾ സിനോണിംസ് എന്നാണ് പറയുക. SYNONYM, സിനോണിം. A word or phrase which has the same or nearly the same meaning as that of the another word. Synonym. A word or phrase which has the same or nearly the same meaning as that of another word. ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വോക്ക്, സിനോണിംസ് ഓഫ് വോക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കുറേ വേർഡ്സ് കാണാം. ആസ്ക്, സ്റ്റോപ്പ്, ഡിസൈഡ്. അപ്പോൾ അത് അങ്ങനെ ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക നിങ്ങൾ. വോക്കിന് ഉള്ള സിനോണിംസ് ആണ് മാർച്ച്, സ്ട്രൈഡ്, സ്ട്രോൾ, സ്റ്റെപ്പ്, ട്രെഡ്, ഇതൊക്കെ. സ്റ്റോപ്പിൻ്റെത് പോസ്, ബ്ലോക്ക്, ക്ലോസ്, ഫിനിഷ്. ആസ്ക്, ഇൻക്വയർ, ഡിമാൻഡ്, റിക്വസ്റ്റ്, ക്വിസ്. ഡിസൈഡ്, എഗ്രി, കൺക്ലൂഡ്, ഡിറ്റർമിൻ, ചൂസ്. ഇത് അല്ലാണ്ട് കൂടുതൽ വേർഡ്സ് കണ്ടുപിടിക്കണം. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഇഷ്ടം പോലെ വേർഡ്സ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വേർഡ്സ് കണ്ടുപിടിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. സാധാരണ USS എക്സാമിനൊക്കെ ഇങ്ങനത്തെ വേർഡ്സ് സിനോണിംസ് ഒക്കെ വരാറുണ്ട്, പിന്നെ ഓപ്ഷനായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതി ഒന്ന് കുറച്ച് സിനോണിംസ് കണ്ടുപിടിച്ച് വെക്കുക കേട്ടോ ഈ വേർഡ്സിൻ്റെ ഒക്കെ. 12th ആക്ടിവിറ്റി എന്താ, ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ദ ബോയ് വാക്ക്ഡ് അലോങ് ദ പാത്ത്. The sturdy boy walked along the stony path. The young, barefooted, sturdy boy walked along the stony path. നോക്കിക്കേ, ഫസ്റ്റ് സെൻറ്റൻസ് ദ ബോയ് വാക്ക്ഡ് അലോങ് ദ പാത്ത് എന്നേ ഉള്ളൂ സെൻറ്റൻസിലും ആ സെൻറ്റൻസിൽ. സെക്കൻഡിലും തേർഡിലും ആ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു, ബോയ് എന്നുള്ള നൗണിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. സെക്കൻഡിൽ ബിയിൽ സ്റ്റേഡി എന്നുള്ള വേർഡ് മാത്രമേ ഉള്ളൂ. തേർഡ് സെൻറ്റൻസിൽ ബോയ് എന്നുള്ളതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യങ്, ബെയർഫൂട്ടഡ്, സ്റ്റേഡി എന്ന് 3 വേർഡ്സ് ഉപയോഗിച്ചു. അതുപോലെ തന്നെ പാത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ സ്റ്റോണി എന്നുള്ള വേർഡ് ഉപയോഗിച്ചു അല്ലേ. അങ്ങനെ വിച്ച് സെൻറ്റൻസ് ടെൽസ് യു മോർ അബൌട്ട് ദ പ്ലേസ് ആൻഡ് ദ ബോയ്.
തേർഡ് സെൻറ്റൻസ് ആണ്. സർക്കിൾ ദ വേർഡ്സ് ദാറ്റ് ഗിവ് മോർ ഇൻഫർമേഷൻ. ഏതൊക്കെയാണ്? സ്റ്റഡി, യങ്, ബെയർ ഫൂട്ടഡ്, പിന്നെ സ്റ്റോണി അല്ലേ. അപ്പോൾ പാത്തിനെയും പിന്നെ ബോയിയെയും ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഈ വേർഡ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വേർഡ്സിനെ നമ്മൾ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ്. വേർഡ്സ് വിച്ച് ഡിസ്ക്രൈബ് നൗൺസ് ഓർ പ്രൊനൗൺസ് ആർ ടേംഡ് ആസ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഓർ അഡ്ജക്റ്റീവ്സ്. ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് അഡ്വേർബ്സ്. അത് ഏതോ ആക്ടിവിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്, അഡ്വേർബ്സ് വരുന്നുണ്ട്. അത് വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് പഠിക്കാം. ഇപ്പം നൗൺസിനെയോ പ്രൊനൗൺസിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നൗൺസ് എന്ന് പറഞ്ഞാൽ പേരുകൾ. പ്രൊനൗൺസ് എന്ന് പറഞ്ഞാലോ ഇറ്റ്, ഹി, ഷീ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നൗണിന് പകരം ഉപയോഗിക്കുന്ന വേർഡ്സാണ് പ്രൊനൗൺസ്. അപ്പോൾ അതിന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് കൂടുതൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് ഓർ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ബി പാർട്ടിൽ കൊടുത്തിരിക്കുന്നത് അവിടെ ഒരു എക്സ്ട്രാക്റ്റ്, ടെക്സ്റ്റിൽ നിന്നുള്ള സ്റ്റോറിയിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റ് തന്നെയാണ്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കിയിട്ട് അതിലുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ്സും കണ്ടെത്തണം, നെയിമിംഗ് വേർഡ്സും. ഓക്കെ, നെയിമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ നൗൺ വേർഡ്സ്. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. അത് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ ആ തൊട്ട് താഴെയുള്ള 2 ബാഗ് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ, അപ്പോൾ ആ ബാഗ്സിൽ എഴുതിയാൽ മതി. പിന്നെ ലാസ്റ്റ് ഉള്ളത് പ്രിപ്പോസിഷൻ എന്നുള്ള ഒരു വർക്കാണ്. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാഠം ഇതിലെ ആക്ടിവിറ്റീസ്, ഫസ്റ്റ് റീഡിങ് പാസേജിൻ്റെ ആക്ടിവിറ്റീസ് കഴിയാണ്. അതിൽ നന്നായിട്ട് അതൊന്ന് വായിച്ച് നോക്കുക. അതിലുള്ള പ്രിപ്പോസിഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിലതിൻ്റെ ബി പാർട്ടിലാണ് പ്രിപ്പോസിഷൻസ് പിന്നെ ആഡ് ചെയ്യാനുള്ളത്, മിസ്സിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രിപ്പോസിഷൻസ് ചെയ്യാനുള്ളതാണ് 2 എണ്ണം. അതോട്ട് നോക്കാം അല്ലേ. The path to the river dropped steeply into the valley, then rose and went round the big mountain. It was frequently used by the villagers, the woodcutters, milkmen and mule drivers, but there were no villages beyond the mountain or near the river. Look at the sentences. The path to the river dropped steeply. Which word shows the relation between the path and the river? The word to. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് കണക്റ്റിംഗ് വേർഡ്സ് ആണ്. സാധാരണ നൗണിന് മുൻപായിട്ടാണ് സാധാരണ പ്രിപ്പോസിഷൻസ് ചേർക്കുക. ഏതെങ്കിലും ഒരു നൗൺ വേർഡ്, നെയിമിംഗ് വേർഡിൻ്റെ മുൻഭാഗത്തായിട്ടാണ് ഈ പ്രിപ്പോസിഷൻസ് വരുന്നത്. പാത്ത് ടു ദ റിവർ, റിവർ ഒരു നൗൺ വേർഡാണ് അല്ലേ. ദ പാത്ത് ടു ദ റിവർ ഡ്രോപ്ഡ് സ്റ്റീപ്ലി ഇൻ ടു ദ വാലി, ദെൻ റോസ് ആൻഡ് വെൻറ്റ് റൗണ്ട് ദ ബിഗ് മൗണ്ടൻ. ഓക്കെ, മൗണ്ടൻ ഒരു നൗൺ വേർഡാണ്. പിന്നെ എവിടെ നിന്നൊക്കെ ദർ വർ നോ വില്ലേജസ് ബിയോണ്ട് ദ മൗണ്ടൻ, ബിയോണ്ട് ദ മൗണ്ടൻ, മൗണ്ടൻ ഒരു നോൺ വേർഡാണ്, ഓർ നിയർ ദ റിവർ. അപ്പോൾ ഇങ്ങനെ സാധാരണ അത് ഒരു നൗണിൻ്റെയോ പ്രോനൗണിൻ്റെയോ അല്ലെങ്കിൽ നൗൺ ഫ്രേസിൻ്റെയോ തൊട്ട് മുൻപ് ചേർക്കുന്ന ഒരു വേർഡാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. വി ജംപ്ഡ് ഇൻ ടു ദ ലേക്ക്, ഷീ ഡ്രോവ് സ്ലോലി ഡൗൺ ദ ട്രാക്ക്. അപ്പോൾ ഇവിടെ ഇൻ ടു, ഡൗൺ രണ്ടും ഈ ഞാൻ പറഞ്ഞ 2 എക്സാമ്പിളിലും ഇൻ ടു, വി ജംപ്ഡ് ഇൻ ടു ദ ലേക്ക് അല്ലേ. ഷീ ഡ്രോവ് സ്ലോലി ഡൗൺ ദ ട്രാക്ക്, ഡൗണും ഇൻ ടു രണ്ടും പ്രിപ്പോസിഷൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന വേർഡ്സാണ്, കണക്റ്റിംഗ് വേർഡ്സാണ്, അതിനെയാണ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കുറേ വായിക്കുക, കുറേ ലിസൺ ചെയ്യുക, ഇംഗ്ലീഷിൽ ലിസൺ ചെയ്യുക. അതിലൂടെയൊക്കെ നമുക്ക് പ്രാക്ടീസിലൂടെ കിട്ടുന്ന ഒരു പിന്നെ കഴിവാണ് ഈ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് പ്രിപ്പോസിഷനൊന്നും അവിടെ നമുക്ക് പെട്ടെന്ന് ഏത് ഈ പ്രിപ്പോസിഷൻ അവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് കിട്ടില്ല. കാരണം കുറേ വായിക്കണം. അത് കുറേ വായിക്കുക, കുറേ കേൾക്കുക, കുറേ യൂസ് ചെയ്യുക, അങ്ങനെ നമുക്ക് പിന്നെ ഗ്രാജുവലായിട്ട് കിട്ടുന്നൊരു കഴിവാണ്. നോക്കി ബി പാർട്ടിൽ സപ്ലൈ ദ മിസ്സിംഗ് പ്രിപ്പോസിഷൻസ് ഓൺ ദ സൈൻ ബോർഡ്സ്. ഡു നോട്ട് പാർക്ക് ഡാഷ് ഡബിൾ യെല്ലോ ലൈൻസ്. എന്തായിരിക്കാം? ഡു നോട്ട് പാർക്ക് ഓൺ ഡബിൾ യെല്ലോ ലൈൻസ്. വാക്ക്, സെക്കൻഡ് വാക്ക് ഓൺ ദ റൈറ്റ്, ഡ്രൈവ് ഓൺ ദ ലെഫ്റ്റ്. പിന്നെ ഹൈലി ഇൻഫ്ലേമബിൾ, ഹാൻഡിൽ വിത്ത് കെയർ. നെക്സ്റ്റ് ഡോണ്ട് ഡ്രൈവ് ഇൻ ദ പാർക്ക്, പാർക്കിനുള്ളിൽ ഡ്രൈവ് ചെയ്യരുത്. കീപ്പ് അവേ ഫ്രം വൈൽഡ് ആനിമൽസ്, കീപ്പ് അവേ ഫ്രം വൈൽഡ് ആനിമൽസ്. ബിവെയർ ഓഫ് ഡോഗ്സ്. ഇത് എഴുതുക, നോട്ട് ബുക്കിലേക്ക് എഴുതുക, കുറേ പ്രാവശ്യം വായിച്ച് നിങ്ങളുടെ മെമ്മറിയിൽ അതും കൂടെ എന്താ പറയുക അവിടെ ഒട്ടിച്ച് വെക്കുക, സ്റ്റിക്ക് ചെയ്ത് വെക്കുക മെമ്മറിയിൽ. Okay, അതിൻ്റെ സി പാർട്ട് ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് പ്രിപ്പോസിഷൻസ്. ദ ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് ഗിവൺ ഫോർ യു. ആൻ ഓൾഡ് മാൻ ഈസ് സിറ്റിംഗ് ഓൺ എ ബെഞ്ച്. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. പിക്ചർ നോക്കിയിട്ട് കുട്ടികൾ എന്താ ചെയ്യുന്നത് ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് ആ ഓരോന്നും ഒന്ന് ഡിസ്ക്രിപ്ഷനുള്ള ഉദ്ദേശിച്ച് പ്രിപ്പോസിഷൻ ചേർക്കണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി നോക്കുക. ഓക്കെ, ഇപ്പോൾ കുറേ പ്രിപ്പോസിഷൻസ് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഓഫ്, ഇൻ, ഓൺ, അറ്റ്, ഓക്കെ, അങ്ങനെയുള്ളത് ഇപ്പോൾ ഡൗൺ, ബിയോണ്ട്, റൗണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബൈ, നിയർ എന്നൊക്കെ പറഞ്ഞ പോലെ അതൊക്കെ യൂസ് ചെയ്യാൻ സാധ്യതകൾ എവിടെയൊക്കെയാണ് ഉള്ളത് അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു സി പാർട്ടും കൂടെ ചെയ്ത് നോക്കണം. ഓക്കെ.